ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, CSCT എക്സാം ഈ നവംബറിൽ എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിച്ചോളൂ. ICSE നിങ്ങളുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 9th November 2024 സാറ്റർഡേ ആയിരിക്കും CSCT നവംബർ സെഷനിൽ നിങ്ങളുടെ എക്സാം. എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായി smash.icse.edu എന്ന സൈറ്റ് ഉപയോഗിക്കാം. CSCT എക്സാം റിമോട്ട് പ്രക്യൂർഡ് മോഡാണ്. 120 മിനിറ്റ് ഉണ്ട്. 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഈ പറയുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയറമെന്റ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഓരോ പാർട്ടിൽ നിന്നും 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 200 മാർക്സ് ആണ്. എന്നാലും ഓരോ പേപ്പറിലും 50 മാർക്സിലും മിനിമം നമ്മൾ 20 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം. റൗണ്ട് ഓഫ് 200-ൽ 100 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവും. എന്നാൽ പോലും ഓരോ സബ്ജക്റ്റിലും മിനിമം 20 മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയി എന്നാണ് അതിന്റെ അർത്ഥം. CSCT എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് മാക്സിമം MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വരുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും കിട്ടാവുന്നിടത്തോളം MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ബ്രെയിൻ അതിനോട് യൂസ്ഡ് ആക്കി വെക്കുക. അതുപോലെ ICSE ആ ടൈമിൽ നമുക്ക് 2 മോക്ക് ടെസ്റ്റോളം തരുന്നുണ്ട്. ആ 2 മോക്ക് ടെസ്റ്റും മിസ് ചെയ്യാതെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ അതിൽ മാർക്കല്ല നോക്കേണ്ടത്, ആ ഒരു 120 മിനിറ്റ് കൊണ്ട് എത്ര പെർഫെക്റ്റ് ആയി നമുക്ക് ഈ ആൻസറിങ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ബ്രെയിനിനെ യൂസ്ഡ് ആക്കി വെക്കുക. അങ്ങനെ ICSE തരുന്ന റെഫറൻസ് മെറ്റീരിയൽ ഉണ്ട്, അത് ഗൂഗിൾ ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വായിക്കുക. കുറെ അധികം ടേംസ് വരുന്നുണ്ട് ബിസിനസ് എൻവയറമെന്റിലൊക്കെ. നമുക്ക് പുതിയ കുറച്ച് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരും. കുറച്ചധികം നോട്ട്സ് കളക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് വൈഡ് ടോപ്പിക്കാണ്. അപ്പോൾ അതിന്റെ പുറകെ പോയി തന്നെ ഇരിക്കാതെ QA കുറച്ചധികം ചെയ്ത് പഠിക്കുക. QA ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ICSEന്റെ റെഫറൻസ് മെറ്റീരിയലിൽ തരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് മാക്സിമം നിങ്ങൾക്ക് ഒരു 4 ടോപ്പിക്കോളം പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. ആ 4 ടോപ്പിക്ക് എടുത്തു വെച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക. പക്ഷെ നമുക്ക് ലിമിറ്റ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു ടോപ്പിക് ബേസിൽ ക്വസ്റ്റ്യൻ വരും. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നാൽ ഈ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ബാക്കിയുള്ള ടോപ്പിക്സിൽ 2 ടോപ്പിക്സ് വീതം വരുന്നുണ്ട്. ആ 2 ടോപ്പിക്സ് വരുമ്പോൾ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ടോപ്പിക്ക് നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു ടോപ്പിക്കും നെഗ്ലിജൻസ് ചെയ്യരുത്. കാരണം എല്ലാ ടോപ്പിക്കിലും മിനിമം 20 മാർക്സ് ഇല്ലെങ്കിൽ നമ്മൾ പാസ്സാവത്തില്ല. ആ കാര്യം മൈൻഡിൽ വെച്ച് പഠിക്കുക. മോക്ക് ടെസ്റ്റ് മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.